ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. കല്യാണത്തിന് പോണ പോക്കാണിത്. ഞാനും പപ്പയും കൂടെയാണ് പോയത്. ഇത് മാസങ്ങൾക്ക് മുമ്പേ ഉള്ള വീഡിയോ ആണ്. ഇന്നാണ് ഇത് അപ്ലോഡ് ആവണത്. അപ്പോഴേ ഞങ്ങൾ രാവിലെ ഒരു 9:30 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ നമ്മളെ വണ്ടിക്ക് എണ്ണ അടിക്കണമല്ലോ, അങ്ങനെ വണ്ടിക്ക് എണ്ണയൊക്കെ അടിച്ച് ചെന്ന് നമ്മളെ ഈ പള്ളിയിലെത്തി. ഈ പള്ളിയുടെ പിന്നിലൊരു വലിയൊരു കഥയുണ്ട് കേട്ടാ. അത് ഞാൻ പിന്നെ പറയാം, സമയം പോലെ സൗകര്യം പോലെ പറയാം. അങ്ങനെ കല്യാണ ചെക്കനും പെണ്ണും ഒക്കെ വന്ന് അവരെ സ്വീകരിക്കലും ചടങ്ങുകളും ഒക്കെയാണ് നടക്കണത്. അപ്പം ഈ ഒരു കല്യാണം എന്ന് പറയണത് ഈ ഈ ഈ ഒരു കല്യാണത്തിന് ഒരു പ്രത്യേകതയാണ്. നമ്മളെ ഈ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ചേച്ചിയുടെ അച്ഛൻ നമ്മളെ വീട്ടിൽ വന്ന സമയത്ത് അങ്കിള് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് 2 പെൺമക്കളാണ്. മോനായിട്ട് ആൺകുട്ടിയായിട്ട് ആരുമില്ല. പക്ഷേ ഒരു മകൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനപ്പുറം അതിൽ കൂടുതൽ ഈ ചേച്ചി ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ആ ഫാമിലിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഒരു മകനില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ആ അങ്കിള് വന്ന് നമ്മളെ വീട്ടിലിരുന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുണ്ട് ചേച്ചിയെ പറ്റി. ചേച്ചി ഭയങ്കര സ്ട്രോങ് ആണ്. ചേച്ചി ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചേച്ചി. എനിക്കത് ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് കേട്ടാ. അപ്പം എത്ര പെമ്പിള്ളേർ, നമ്മളെ പോലെയുള്ള എത്ര പെമ്പിള്ളേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ചേച്ചി അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം ചേച്ചിയുടെ കല്യാണമാണ് വെള്ളയമ്പലം പള്ളിയിൽ വെച്ചാണ് നടന്നത്. അങ്ങനെ ഞങ്ങളും പോയി ആ കല്യാണത്തിനൊക്കെ കൂടി. പിന്നെ കുർബാനയും കാര്യങ്ങളും ഒക്കെ നമ്മളും കൂടിയായിരുന്നു. ഞങ്ങളെ പള്ളിയിലുള്ള ചേച്ചിയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചേച്ചീനെ ഞാൻ നേരിട്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മിണ്ടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ചേച്ചീനെ ഭയങ്കര ഇഷ്ടം. അന്ന് ആ അങ്കിള് വന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ ചേച്ചിയുടെ അടുത്ത്. കാരണം ചേച്ചിയുടെ പ്രായത്തിൽ പോലും എനിക്കിങ്ങനെയൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനോ കാര്യങ്ങൾ ഇങ്ങനെയുള്ള രീതിക്ക് കൈകാര്യം ചെയ്യാനോ ഒന്നും എനിക്കറിയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയത്. പിന്നെ അന്ന് അവിടുത്തെ സ്റ്റാർട്ടറായിട്ട് നൂഡിൽസ്, കട്ട്ലറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ചായ, വട അങ്ങനെയുള്ള സംഗതികൾ. ദേവീസ് കാറ്ററിങ്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അവരുടേതാണ് അവിടെ ഇരുന്നത്. അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ കേസരി, അലുവ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷം ഇതാണ് നൂഡിൽസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് കഴിച്ചായിരുന്നു നൂഡിൽസ്. ഇതാണ് അവരുടെ കാറ്ററിംഗ് സർവീസ്. ഫുഡ് അടിപൊളിയായിരുന്നു. ഇതാണ് ചേച്ചിയും ചേട്ടനും. ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഫോട്ടോയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അകത്ത് പോയായിരുന്നു. അപ്പോൾ അവരുടെ മെനു കാർഡും കാര്യങ്ങളൊക്കെയാണ് ഈ വച്ചേക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. അടിപൊളിയാണ്. എന്തായാലും ഫുഡ് അടിപൊളിയാണ്. പ്രൊമോഷൻ വീഡിയോ അല്ല ഇത്. സംഗതി ഫുഡ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ഫുഡായിരുന്നു. പിന്നെ ഐസ്ക്രീമിൻ്റെ കോൺ ഇങ്ങനെ വശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നൈസായിട്ട് ഞാനൊന്നും എടുത്തായിരുന്നു അതിൽ നിന്ന്. എനിക്ക് ഐസ്ക്രീം അതിൽ വെച്ച് കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം കോണായിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ്. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ ഫുഡ് കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കൊടുക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. ഞാനും പപ്പയും കൂടെ കിട്ടിയ ഒരു സ്പേസിൽ കയറി നമ്മൾ അടിപൊളിയായിട്ടിരുന്ന് അങ്ങനെ സീറ്റൊക്കെ പിടിച്ച് ഓരോരുത്തരെ ഇങ്ങനെ നോക്കുന്നത്. ഇതാണ് ചേച്ചിയും ചേട്ടനും. പിന്നെ എപ്പോഴും വീഡിയോ എടുത്താലും ഇതുപോലെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും, ക്യാമറാമാനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊരു വീഡിയോ കിട്ടൂല. പിന്നെ ഇത് അവരുടെ ഫാമിലി മെമ്പേഴ്സും കേക്ക് കട്ടിങ്ങും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഞങ്ങൾ ഫുഡ് എടുത്ത് അന്ന് ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, സാലഡ്, അച്ചാർ ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നാട് വിട്ടു.